ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദർ ആരാണ്? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്: ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സർദാർ പട്ടേൽ, മഹാത്മാഗാന്ധിജി. അപ്പോൾ ആൻസർ ഏതാണ്? BR അംബേദ്കർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. BR അംബേദ്കർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് ആരാണ്? BR അംബേദ്കർ ആണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇൻ വിച്ച് ഇയർ വാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ്? ഏത് വർഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? ഓപ്ഷൻസ് 1947, 48, 49, 50. ഏത് വർഷമാണ്? അഡോപ്റ്റ് ചെയ്ത വർഷം 1949 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്? ഫണ്ടമെൻ്റൽ റൈറ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം ഏതാണ്? കുറച്ചധികം ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5. ഇവിടെ ഏതാണ്? പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നത്. പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്ന ഭാഗം. അടുത്ത ചോദ്യം, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ ദെയർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? ഓപ്ഷൻസ് 10, 12, 14, 8. ആൻസർ എന്താണ്? 12 ഷെഡ്യൂൾസാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിൽ എത്ര ഷെഡ്യൂൾസാണ് ഇപ്പോൾ ഉള്ളത്? 12 ഷെഡ്യൂൾസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അബോലിഷസ് അൺടച്ചബിലിറ്റി? തൊട്ടുകൂടായ്മയെ അബോലിഷ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14, 15, 17, 19. ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 17 17 എന്ത് പറയുന്നത്? അബോലിഷസ് അൺടച്ചബിലിറ്റിയെ അബോലിഷ് ചെയ്യുന്നത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ വിച്ച് മെത്തേഡ്? പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ ഏത് മെത്തേഡിലാണ് നടക്കുന്നത്? ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ, ബൈ ദ സുപ്രീം കോർട്ട്, ത്രൂ നോമിനേഷൻസ്. ഏതാണ്? ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. അതേപോലെ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലാംഗ്വേജ് ഈസ് ലിസ്റ്റഡ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടോ? ഉണ്ട്. അതേതാണ്? ഹിന്ദിയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. പക്ഷേ ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല, ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. ഏതാണ്? ഹിന്ദിയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. മാറിപ്പോകരുത്. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ ദ എമർജൻസി പ്രൊവിഷൻസ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എമർജൻസി പ്രൊവിഷൻസിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 360, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ആർട്ടിക്കിൾ 352 വരുന്നുണ്ട്, 356 വരുന്നുണ്ട്, അതേപോലെ തന്നെ 360 വരുന്നുണ്ട്. ഈ 3 ആർട്ടിക്കിളും എമർജൻസീനെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾസാണ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ ടേം സെക്യുലർ മീൻ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലർ എന്ന പദം എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അതിൻ്റെ മീനിങ് എന്താണ്? സ്റ്റേറ്റ് റിലീജിയൻ ഈസ് ഹിന്ദുയിസം. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണോ? അല്ല. നോ ഒഫീഷ്യൽ റീജിയൻ ഫോർ ദ സ്റ്റേറ്റ്, അതല്ല. പ്രൊമോഷൻ ഓഫ് ഓൾ റിലീജിയൻസ്, അതുമല്ല. ഗവൺമെൻറ് കൺട്രോൾ റിലീജിയൻ, അതുമല്ല. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നത് നോ ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. മതനിരപേക്ഷത, അതായത് സെക്യുലറിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണോ? അല്ല.
പാർലമെൻറ്റിനാണോ? അതെ. പ്രൈം മിനിസ്റ്ററിനാണോ? അല്ല. സുപ്രീം കോടതിക്കാണോ? അല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെൻറ്റിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്